ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? ഡിവിഷൻ ചെയ്യുന്നത് അല്ലേ, അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ എന്നെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന് ടീച്ചർക്ക് അറിയാം. അത് വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഡിവിഷനും പഠിച്ചത്. അപ്പൊ ഡിവിഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ടീച്ചർക്ക് അറിയാം. ഇനി നമ്മൾക്ക് പഠിക്കുന്ന അടുത്ത ചാപ്റ്റർ 3 എന്താണെന്നറിയോ? പ്രൈം നമ്പേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. എന്താണ് പ്രൈം നമ്പേഴ്സും എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സും എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്താന്ന് പറയുക പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇല്ലേ, അതില് 1 കൊണ്ടും ഇതുകൊണ്ടാണ് അതിനെ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. 1 കൊണ്ടും സെയിം നമ്പർ കൊണ്ടും മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് പ്രൈം നമ്പേഴ്സ്? നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ഓൺലി ആസ് എ പ്രോഡക്റ്റ് ഓഫ് 1. അത് എന്തിന്റെ പ്രോഡക്റ്റ്? 1ന്റെ മാത്രം പ്രോഡക്റ്റ് ആയിരിക്കും. പിന്നെയോ അത് അതിൻ്റെത് മാത്രമുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. 1 കൊണ്ടും സെയിം ഡിജിറ്റ് കൊണ്ടും മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. ടീച്ചറോട് ഒരു എക്സാമ്പിൾ പറഞ്ഞെടുക്കാം. 3ന്റെ പ്രോഡക്റ്റ് എന്താ പറയുക? നമ്മൾ 3നെ എങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും? 3നെ നമുക്ക് എങ്ങനെയൊക്കെ 3 × 1 അല്ലേ? 1 കൊണ്ട് 1 3s are 3. പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് 3നെ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1 കൊണ്ടും സെയിം എന്ത് ചെയ്യുന്നു? ഇതിപ്പോ 3 1s are 1 × 3 എഴുതിയാലും 3 തന്നെയാണ് അല്ലേ? ഇങ്ങനെ എഴുതാം. ഇങ്ങനെ മാത്രമേ 1 കൊണ്ടും സെയിം നമ്പർ കൊണ്ടും മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റൂ? മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള എന്താണ് നമ്പേഴ്സിനെയാണ് പറയുന്നത് എന്ത്? പ്രൈം നമ്പേഴ്സ്. അതിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞുതരാം. ആ എക്സാമ്പിൾ പറയാനുള്ള കാരണം നിങ്ങൾക്ക് അതിലൊരു ഡൗട്ട് വരും, അതുകൊണ്ടാണ്. 2 3 5 7 11 13 17 19 ഇങ്ങനെ പോകും. മനസ്സിലായേ? ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? 2 3 5 7 11 13 17 19 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്താണ് ടീച്ചർ ഇതിന്റെ എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞു തരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇതിൽ നോക്കൂ. 2 ഈസ് ഓഡ് നമ്പർ ഓർ ഈവൻ നമ്പർ? നിങ്ങൾക്കെല്ലാം അറിയാലേ 2 എന്ന് പറയുന്നത് എന്താണ്? ഈ 2 ഈവൻ നമ്പർ ആണ് അല്ലേ? ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ നോക്കൂ. ഈ 3 5 7 11 ഇതൊക്കെ എന്താ? ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? ഇതെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഓൺലി 2 മാത്രമാണ് എന്ത്? ഈവൻ നമ്പർ ആയിട്ട് ഉള്ളത്. അപ്പൊ പ്രൈം നമ്പേഴ്സിലെ ഒരേ ഒരു ഈവൻ നമ്പറേ ഉള്ളൂ. അത് ഏതാണ്? 2 ആണ്. അതേപോലെ ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നതും എന്താണ്? 2 തന്നെയാണ്. മനസ്സിലായോ? ഈ 2 എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സിലെ ഒരേ ഒരു ഈവൻ നമ്പറും ആണ്. അതേപോലെ അത് തന്നെയാണ് ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നതും ഏത് തന്നെയാണ്? ഈ 2 തന്നെ ആണ്. മനസ്സിലായോ? അത് പറയാനാണ് ടീച്ചർ ഇവിടെ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ 2 എന്തൊക്കെയാണ്? 2 ഓൺലി ഈവൻ നമ്പേഴ്സ് ഇൻ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പറിലെ ഒരേ ഒരു ഈവൻ നമ്പർ ആണ് 2. അതേപോലെ ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2 തന്നെ ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ പ്രൈം നമ്പർ പഠിച്ചു അല്ലേ? ഇനി എന്താണ് അടുത്തത്? ഏതാണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്? ഇനി എന്താണെന്ന് അപ്പൊ നമ്മൾ പ്രൈം നമ്പേഴ്സിൽ പഠിച്ചില്ലേ? 2 3 5 7 എന്നൊക്കെ പഠിച്ചില്ലേ? ഇതല്ലാതെ മൾട്ടിപ്പിൾ ചെയ്യാൻ 2 അതിലധികമോ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. എക്സാമ്പിൾ നോക്കാം. ഏതൊക്കെയാണ് അറിയോ? 4 6 8 9 10 ഇങ്ങനെ നീണ്ടു പോകും. നോക്കൂ. 4 നമുക്ക് എങ്ങനെയൊക്കെ ഇൻറ്റു ചെയ്യാം? 4 × 1 × 4 4. പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം? 2 × 2 = 4 അല്ലേ? 2 തരത്തിൽ നമ്മൾ അതിനെ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും. അതേപോലെ 6നെ നോക്കൂ. 6നെ എങ്ങനെയൊക്കെ ചെയ്യാം? 1 × 6 6 തന്നെയാണ്. പിന്നെയോ 2 × 3 6 തന്നെയാണ്. പിന്നെ 6നെ എങ്ങനെ ചെയ്യാം? 3 × 2 ചെയ്യാം.
ഇതെല്ലാം എങ്ങനെയാണ് ഇൻഡു ചെയ്യുമ്പോൾ 6 കിട്ടുന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് ഒന്നോ അതിലധികമോ പ്രാവശ്യം അതിന് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും. അപ്പൊ പ്രൈം നമ്പേഴ്സ് അല്ലാത്ത മറ്റ് ഡിജിറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്, കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഇനി ടീച്ചർ ഇപ്പൊ കഴിഞ്ഞതിൽ എന്താ പറയുക പ്രൈം നമ്പേഴ്സിന്റെ എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോമ്പോസിറ്റ് നമ്പേഴ്സിന്റെ അല്ലെ, കോമ്പോസിറ്റ് നമ്പേഴ്സിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഇതിലൊന്നിനും പറയാത്ത ഒരു ഡിജിറ്റ് ഉണ്ട്, ഏതാണെന്നറിയോ? പ്രൈം നമ്പേഴ്സിൽ ഞാനത് പറഞ്ഞിട്ടില്ല, കോമ്പോസിറ്റ് നമ്പേഴ്സിൽ ഞാനത് പറഞ്ഞിട്ടില്ല. ആ ഡിജിറ്റ് ഏതാണെന്നാണ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ടീച്ചർ പ്രൈം നമ്പേഴ്സിൽ പറഞ്ഞത്, പ്രൈം നമ്പേഴ്സിൽ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? 2, 3, 5, 7 അല്ലെ. ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തു പ്രൈം നമ്പേഴ്സിൽ പറഞ്ഞ എക്സാമ്പിൾസ്. കോമ്പോസിറ്റ് നമ്പറിലോ 4, 6, 8, 9, 10 ഇങ്ങനെയൊക്കെ അല്ലേ പറയാം. ഇതിൽ രണ്ടിലും പറയാത്ത ഒരു ഡിജിറ്റ് ഉണ്ട്, ഏതാണെന്നറിയോ? 1. രണ്ടിലും പറയാത്തൊരു ഡിജിറ്റ് ഏതാണ്? 1. ഇത് ഞാൻ പ്രൈം നമ്പറിലും പറഞ്ഞിട്ടില്ല, കോമ്പോസിറ്റ് നമ്പറിലും പറഞ്ഞിട്ടില്ല. 1 ഒരിക്കലും പ്രൈം നമ്പറിലും വരുന്നില്ല, കോമ്പോസിറ്റ് നമ്പറിലും വരുന്നില്ല. അത് യൂണിക് ആയിട്ട് ഒറ്റയായിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് 1. ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ ഏതെങ്കിലും പ്രോബ്ലംസ് തരുമ്പോൾ 1 തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രൈം നമ്പറിലും എഴുതരുത്, കോമ്പോസിറ്റ് നമ്പറിലും എഴുതരുത്. ഇത് ഓർമ്മ വെക്കാനാണ് ടീച്ചർ അത് അവിടെ പ്രത്യേകം പറഞ്ഞത് കേട്ടോ. അപ്പൊ 1 ഒരിക്കലും പ്രൈം നമ്പറോ അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ലാതെ യൂണിക്, അത് ഒറ്റയായിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് കേട്ടോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. മനസ്സിലായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ മറക്കാതെ വിളിച്ച് ചോദിക്കുക കേട്ടോ.